ഹലോ, ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൂമാല കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ദേ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ ദേ ഈ പൂക്കൾ ദേ വെള്ള നിറത്തിലും വയലറ്റ് നിറത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് മാത്രം അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയുന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ ഇതൊക്കെ പറിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല തോതിലുണ്ട് കേട്ടോ ഈ വെള്ളപ്പൂക്കളെല്ലാം. അതിന് ശേഷമേ നമ്മൾ തുളസിയാട്ടോ പറിച്ചെടുക്കുന്നത്. അത്യാവശ്യം ഉണ്ട് ഇത്, പക്ഷേ എല്ലാം കരിഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ നല്ല വെയിലുള്ള പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ കരിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തുളസിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ടില്ലെങ്കിലും അത് കരിഞ്ഞുണങ്ങാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വേണ്ട ഒരു മാലയ്ക്കുള്ളത് കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കിട്ടിയത് ഇതേ കോളാമ്പി പൂക്കളാട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കോളാമ്പി എന്നാണ് പറയുക. മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താ പറയുകയെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ സീസണാണല്ലോ, ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനും. അപ്പോൾ ഇത് 3 നിറത്തിലുള്ള പൂക്കളും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂമാല കെട്ടാൻ ആരംഭിക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ പൂമാലയൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ത്രില്ലിലൊക്കെ കേട്ടോ മാല കെട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഇത് കിട്ടിയ 3 പൂക്കളും വെച്ചിട്ട് നമ്മൾ ഇടവിട്ടിട്ടാട്ടോ മാല കെട്ടി തുടങ്ങിയത്. അങ്ങനെ ദേ ഫൈനലി പൂമാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കൂട്ടി യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.